നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും വാർത്താമഴയിലേക്ക് സ്വാഗതം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെ പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലൂടെയാണ് ഇനിയുള്ള ഒരു മണിക്കൂർ സമയം നമ്മൾ കടന്നുപോകുന്നത്. നിലപാടിലുറച്ച്, പക്ഷേ പറഞ്ഞത് മയപ്പെടുത്തി ശശി തരൂർ. കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയുള്ള ലേഖനം വിശദീകരിച്ചും നിലപാടിലുറച്ചും ഡോക്ടർ ശശി തരൂർ MP. കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയെപ്പറ്റിയാണ് ലേഖനമെന്നും സംസ്ഥാന സർക്കാരിനെ എല്ലാ കാര്യങ്ങളിലും പിന്തുണച്ചിട്ടില്ല എന്നും തരൂർ വ്യക്തമാക്കി. ശശി തരൂരിനെ തിരുത്തി മുസ്ലിം ലീഗ് രംഗത്തെത്തി. കിൻഫ്രയും ഇൻഫോ പാർക്കും തുടങ്ങിയത് UDF-ന്റെ കാലത്താണെന്ന് PK കുഞ്ഞാലിക്കുട്ടി ഓർമ്മിപ്പിച്ചു. തരൂരിനെ പരസ്യമായി തള്ളി കോൺഗ്രസ് നേതാക്കൾ ഇന്നും രംഗത്ത് വന്നു. കേരളത്തിലെ വ്യവസായ അന്തരീക്ഷത്തെ പുകഴ്ത്തിയുള്ള ലേഖനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ശശി തരൂർ. പറഞ്ഞത് തിരുത്തിയില്ലെങ്കിലും അല്പം മയപ്പെടുത്തി ഫേസ്ബുക്കിലൂടെ പ്രതികരണം നടത്തി. പിന്നാലെ മാധ്യമങ്ങൾക്ക് മുൻപിൽ പോരിനുറച്ചു തന്നെ എന്ന പ്രഖ്യാപനം. തന്റെ ലേഖനം ഇംഗ്ലീഷ് വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന പരിഹാസം. ഞാൻ ആവശ്യപ്പെട്ടൊരു കാര്യം കേരളത്തിൽ ഇപ്പോൾ ചെയ്യാൻ അവർ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ അംഗീകരിക്കേണ്ടത്. ഞാൻ ഈ ആർട്ടിക്കിളിൽ കേരള എക്കോണമിയെക്കുറിച്ച് മൊത്തം എഴുതിയതല്ല, ഞാൻ സ്റ്റാർട്ടപ്സിനെ കുറിച്ച് മാത്രമാണ്. അത് ഇംഗ്ലീഷ് വായിക്കുന്നവർക്ക് അത് മനസ്സിലാവാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഞാൻ ഒരു ആർട്ടിക്കിളിൽ ഒരു വിഷയത്തിനെ കുറിച്ച് പറഞ്ഞു, അതിലും ഫാക്ട്സും ഫിഗേഴ്സിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പ്രവർത്തക സമിതി അംഗത്വം രാജിവെച്ച ശേഷം വ്യക്തിപരമായ അഭിപ്രായം പറയണമെന്ന് MM ഹസൻ. ഒരു പാർട്ടിയുടെ MP, കോൺഗ്രസിൻ്റെ അത്യുന്നത സമിതിയിലെ ഒരു വർക്കിംഗ് കമ്മിറ്റി മെമ്പറായ അദ്ദേഹം ഇങ്ങനെ സ്വതന്ത്രമായ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി അങ്ങനെ സ്വതന്ത്രമായ അഭിപ്രായം പറയണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം മിനിമം ചെയ്യേണ്ട ഒരു കാര്യം ആ അത്യുന്നത സമിതിയിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിട്ട് വേണം ഇത്തരം സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയാൻ. ശശി തരൂരിന്റെ നിലപാടിൽ മുസ്ലിം ലീഗിനും എതിർപ്പുണ്ട്. രാഷ്ട്രീയ സാഹചര്യത്തെ ഗൗരവത്തോടെ കാണുന്നുവെന്നും പറയേണ്ട സ്ഥലത്ത് പറയാൻ കെൽപ്പുള്ള പാർട്ടിയാണ് ലീഗെന്നും PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. പിൽക്കാലത്ത് കേരളത്തിൽ വന്ന വ്യവസായങ്ങൾ 90% കിൻഫ്ര പാർക്കിനകത്താണ്. അപ്പോൾ കേരളത്തിൽ വ്യവസായ രംഗത്ത് വമ്പിച്ച മാറ്റം വരുത്തിയത് UDF ഗവൺമെൻറ്റുകളാണ്. പക്ഷേ വ്യവസായ അന്തരീക്ഷം എന്ന പ്രശ്നം കേരളത്തിലുണ്ടായിരുന്നില്ലെങ്കിൽ അത് ഈ പറഞ്ഞ നോക്കുകൂലിയും ഇൻവെസ്റ്റേഴ്സിന് നേരിടേണ്ടി വരുന്ന ഭീഷണിയും കാര്യങ്ങളും മറ്റുമൊക്കെയാണ്. ഹൈക്കമാൻഡ് ഉൾപ്പെടെ ശശി തരൂരിന്റെ നിലപാടിനെ തള്ളി. കേരളത്തിൽ വേണ്ടത്ര പരിഗണന കിട്ടാത്തതാണ് തരൂരിന്റെ എതിർപ്പിന് കാരണമെന്നാണ് സൂചന. നടപടിയെടുക്കണമെന്നാവശ്യപ്പെടുന്നവരും കോൺഗ്രസിലുണ്ട്. അതേസമയം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഇനിയും എഴുതാനുണ്ടെന്നുമാണ് ശശി തരൂരിന്റെ നിലപാട്. 24 തിരുവനന്തപുരം. പാർട്ടിയുടെ പരമോന്നത ഘടകത്തിൽ അംഗമായിരിക്കെ തന്നെ ഇടയ്ക്കിടെ സ്വതന്ത്രമായി അഭിപ്രായം പറയുന്ന ഡോക്ടർ ശശി തരൂർ കോൺഗ്രസിന് സ്ഥിരം തലവേദനയാകുന്നു. കേരളിനെ പിന്തുണച്ചും വിമാനത്താവളം അദാനിക്ക് കൈമാറുന്നതിനെ അനുകൂലിച്ചും വിവാദമുണ്ടാക്കിയ തരൂർ ഏറ്റവും ഒടുവിൽ വ്യവസായ അന്തരീക്ഷത്തെ പുകഴ്ത്തിയാണ് വിവാദത്തിലായിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്വം ആവശ്യമെങ്കിൽ ഒഴിയാമെന്നുവരെ തരൂർ നിലപാടെടുത്തു. വിശ്വപൗരന്റെ പ്രതിച്ഛായ, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്തിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തം, ഇത് രണ്ടും തമ്മിലുള്ള സംഘർഷമാണ് ഡോക്ടർ ശശി തരൂരിന്റെ പൊതുജീവിതം. രാഷ്ട്രീയ കടമകൾക്കുമേൽ സ്വന്തം പ്രതിച്ഛായയെയും സൗഹൃദങ്ങളെയും വിലമതിക്കുന്ന തരൂരിന്റെ അഭിപ്രായ പ്രകടനങ്ങളും അത് കടന്നു വരുന്നുണ്ട്. അഭിപ്രായ പ്രകടനങ്ങൾ രാഷ്ട്രീയ ആലോചന ഇല്ലാതെ വരുമ്പോഴെല്ലാം പ്രതിസന്ധിയിലാവുന്നത് കോൺഗ്രസ് ആണ്. പാർട്ടി സമരരംഗത്ത് നിൽക്കെ സിൽവർ ലൈൻ പദ്ധതിയെ പിന്തുണച്ചപ്പോഴും തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് കൈമാറുന്നതിനെ അനുകൂലിച്ചപ്പോഴും ഒടുവിൽ വ്യവസായ വികസനത്തെ പ്രകീർത്തിച്ച് ലേഖനം എഴുതുമ്പോഴുമെല്ലാം കോൺഗ്രസ് ബുദ്ധിമുട്ടിലാകുന്നു. ഒരു വേള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സ്വയം പ്രഖ്യാപിച്ച് സമുദായ നേതാക്കളെ കാണാനും മലബാർ പര്യടനത്തിനും ഇറങ്ങിപ്പുറപ്പെട്ടപ്പോഴും കോൺഗ്രസിന് തരൂർ തലവേദനയായി മാറി. തിരഞ്ഞെടുപ്പ് വർഷത്തിൽ ഇടത് സർക്കാരിൻ്റെ വികസനത്തെ പ്രകീർത്തിച്ച് ലേഖനമെഴുതിയ തരൂർ ഉമ്മൻചാണ്ടിയുടെയും PK കുഞ്ഞാലിക്കുട്ടിയുടെയും സംഭാവനകൾ വിവാദത്തിന് ശേഷം മാത്രമാണ് ഓർമ്മിച്ചത്. സ്വതന്ത്രമായ അഭിപ്രായം പറയുന്നയാളാണെന്ന തരൂരിൻ്റെ ന്യായീകരണത്തിന് പ്രവർത്തക സമിതി അംഗം ആണെന്ന ഉറപ്പെടുത്തലിലൂടെ മറുപടി നൽകാൻ കോൺഗ്രസ് നേതൃത്വം നിർബന്ധിതമാകുന്നതും അതുകൊണ്ടാണ്. അപ്പോഴും തരൂരിന് കുലുക്കമൊന്നുമില്ല. സ്വതന്ത്രമായ അഭിപ്രായം പറയണമെങ്കിൽ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് മാറി നിന്ന് വേണം പറയാൻ. അതൊക്കെ ഞാൻ അങ്ങനെ ഒരു ആവശ്യം എന്തായാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. എനിക്ക് എൻ്റെ സ്വതന്ത്ര അഭിപ്രായം പറഞ്ഞു. ലേഖനത്തിൽ എഴുതിയതെല്ലാം വസ്തുനിഷ്ഠമായ കാര്യങ്ങളാണെന്നാണ് തരൂരിന്റെ നിലപാട്. എന്നാൽ രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിൽ നിന്നുകൊണ്ട് സ്വന്തം അഭിപ്രായം പറയുമ്പോൾ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാകും. മുന്നണികൾ ഏറ്റുമുട്ടുന്ന ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ വ്യാകരണം തരൂരിന് ഇനിയും ദഹിച്ചിട്ടില്ലെന്ന് സാരം. ഒന്നുകിൽ രാഷ്ട്രീയം തരൂരിനോളം വളർന്നിട്ടില്ല, അല്ലെങ്കിൽ തരൂർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇനിയും ഫിറ്റായിട്ടില്ല. 24 തിരുവനന്തപുരം. സംസ്ഥാനത്തെ വ്യവസായ വികസനത്തെ പ്രകീർത്തിക്കുന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ഡോക്ടർ ശശി തരൂരിന്റെ ലേഖനത്തെ രാഷ്ട്രീയ പ്രചാരണമാക്കാൻ CPIM. തരൂർ പറഞ്ഞത് വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യമെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ചൂണ്ടിക്കാട്ടി. സർക്കാരിനെതിരെ UDF ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ശശി തരൂർ തന്നെ മറുപടി നൽകിയതായി AK ബാലൻ പ്രതികരിച്ചു.
സംസ്ഥാനത്തിന്റെ വ്യവസായ വികസനത്തെ പുകഴ്ത്തിക്കൊണ്ട് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും MP-യുമായ ഡോക്ടർ ശശി തരൂർ എഴുതിയ ലേഖനം രണ്ടു തരത്തിൽ ഗുണം ചെയ്യുമെന്നാണ് CPIM-ന്റെ വിലയിരുത്തൽ. കേരളത്തിലൊന്നും നടക്കുന്നില്ലെന്നും സർവ്വമേഖലയിലും പ്രതിസന്ധിയാണെന്നുമുള്ള പ്രതിപക്ഷത്തിന്റെ പ്രചാരണം തള്ളുന്നുവെന്നതാണ് തരൂരിന്റെ ലേഖനത്തിൽ CPIM കാണുന്ന ഒന്നാമത്തെ അനുകൂല ഘടകം. ഞാൻ ചോദിക്കട്ടെ, തരൂർ പറഞ്ഞതിൽ എന്താ തെറ്റ്? അത് യഥാർത്ഥത്തിൽ വഷളാക്കിയത് കോൺഗ്രസിൻ്റെ ചില നേതാക്കളല്ലേ? അവരുടെ രാഷ്ട്രീയ നേതൃത്വം യഥാർത്ഥത്തിൽ ശരിയായ നിലയിൽ പ്രശ്നങ്ങളെ കാണാനും സമീപിക്കാനും അവർ കഴിയുന്നില്ല. സംസ്ഥാന സർക്കാരിനുള്ള സമീപനത്തിൽ UDF-നെ നയിക്കുന്ന കോൺഗ്രസിൽ തന്നെ അഭിപ്രായ ഭിന്നതയുണ്ടെന്നതിന്റെ തെളിവായും തരൂരിന്റെ ലേഖനത്തെ CPIM വായിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ പരമോന്നത സമിതി അംഗമായ തരൂരിന് തന്നെ വിയോജിപ്പുണ്ടെന്നത് പ്രചാരണത്തിൽ ഗുണം ചെയ്യുമെന്നും CPIM കരുതുന്നു. 4 ടേം ലോകസഭാ മെമ്പറായ, നിരവധി അവാർഡുകൾ ലഭിച്ച, ലോകപ്രശസ്തനായിട്ടുള്ള ഒരു വിപ്ലവകാരി, ഒരു ബുദ്ധിജീവി, എല്ലാവരും അദ്ദേഹത്തിൻ്റെ കഴിവിനെ അംഗീകരിക്കുമല്ലോ. അദ്ദേഹം ഒരു പരാമർശം നടത്തിയാൽ ഇങ്ങനെയാണോ സൂചിപ്പിക്കേണ്ടത്? അപ്പം വിവരമുള്ള ഒരാൾ പോലും കോൺഗ്രസിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ശശി തരൂരിന്റെ ലേഖനം രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുക എന്ന തീരുമാനത്തിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രിയും CPIM സംസ്ഥാന സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ പ്രതികരണവുമായി രംഗത്ത് വരുന്നത്. 24 തിരുവനന്തപുരം. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ അപകടത്തിൽ മരണം 18ആയി. 50ഓളം പേർക്ക് പരിക്കേറ്റു. മഹാകുംഭമേളയിൽ പങ്കെടുക്കാനെത്തിയ തീർത്ഥാടകരുടെ തിരക്കാണ് അപകടത്തിന് ഇടയാക്കിയത്. അപകടം മറച്ചുവെക്കാൻ റെയിൽവേ ശ്രമിച്ചതായി ആക്ഷേപമുയർന്നിട്ടുണ്ട്. രാത്രി 8:30-നും 10:30-നും ഇടയിലാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഈ അപകടമുണ്ടായത്. സ്വതന്ത്ര സേനാനി എക്സ്പ്രസ്, രാജധാനി എക്സ്പ്രസ് എന്നിവയ്ക്ക് പുറമെ പ്രത്യേക തീവണ്ടി കൂടി എത്തും എന്ന അറിയിപ്പിനെ തുടർന്ന് ആളുകൾ ഇരച്ചെത്തുകയായിരുന്നു പ്ലാറ്റ്ഫോമുകളിലേക്ക്. 12-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തേണ്ട ട്രെയിൻ 16-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റിയതായുള്ള അറിയിപ്പ് കൂടി എത്തിയതോടെ യാത്രക്കാർ ട്രെയിനിൽ കയറാൻ പരക്കം പാഞ്ഞു. നടപ്പാതകളിലും പടികളിലും ആളുകൾ മറിഞ്ഞു വീണതാണ് മരണസംഖ്യ വർദ്ധിക്കാൻ ഇടയാക്കിയത്. മരിച്ചവരിൽ 11 സ്ത്രീകളും 4 കുട്ടികളും ഉൾപ്പെടുന്നു. സംഭവത്തിന് പിന്നാലെ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി പരിക്കേറ്റവരെയും മൃതദേഹങ്ങളും LNJP ലേഡി ഹാർഡിംഗ് ആശുപത്രികളിലേക്ക് മാറ്റി. യാത്രക്കാർക്ക് പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തി. സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ രംഗത്തു വന്നു. പ്രധാനമന്ത്രി, രാഷ്ട്രപതി തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബത്തിന് റെയിൽവേ 10 ലക്ഷം രൂപയും ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2.5 ലക്ഷം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. തിരക്കും ഒരു യാത്രക്കാരൻ പടികളിൽ വീണതുമാണ് അപകടത്തിന് ഇടയാക്കിയത് എന്നാണ് റെയിൽവേയുടെ വിശദീകരണം. മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിച്ച ശേഷവും അപകടം സംബന്ധിച്ച വാർത്തകൾ റെയിൽവേ നിഷേധിച്ചത് വിവാദമായി. സംഭവത്തിൽ റെയിൽവേ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. പ്ലാറ്റ്ഫോമുകളിലെ CCTV ദൃശ്യങ്ങൾ സുരക്ഷിതമാക്കാനായി റെയിൽവേ 2-അംഗ സമിതിയെ ചുമതലപ്പെടുത്തി. അപകടത്തിൽ ഡൽഹി പോലീസ് അന്വേഷണം ആരംഭിച്ചു. അപകടമുണ്ടായി ആളുകൾ മരിച്ച ശേഷവും റെയിൽവേ സംഭവം മറച്ചുവെക്കാൻ ശ്രമിച്ചതായുള്ള ആക്ഷേപം ശക്തമാണ്. അതേസമയം അപകടത്തിന് പിന്നാലെ ഉത്തരേന്ത്യയിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം റെയിൽവേ നൽകിയിട്ടുണ്ട്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. വലിയ ദുരന്തത്തിന്റെ നടുക്കം മാറാതെ രാജ്യതലസ്ഥാനം. അപകടം നേരിൽ കണ്ടവരുടെ ഉള്ള് ഇപ്പോഴും പിടയുകയാണ്. പെട്ടെന്നുണ്ടായ തിക്കും തിരക്കുമാണ് അപകട കാരണമെന്ന് ദൃക്സാക്ഷികൾ 24-നോട് പറഞ്ഞു. പ്രയാഗ്രാജിലേക്കുള്ള യാത്രയ്ക്കായി ടിക്കറ്റ് എടുത്തു കാത്തിരുന്നവർ, പ്രതീക്ഷയുടെയും സന്തോഷത്തിന്റെയും യാത്ര നിമിഷനേരം കൊണ്ടാണ് കണ്ണുനീരിൽ അവസാനിച്ചത്. ഉറ്റവരെ നഷ്ടപ്പെട്ടവർ, പരുക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർ, പ്രിയപ്പെട്ടവരെ തേടി ആശുപത്രിയിലേക്ക് നിറകണ്ണുകളോടെ ഓടിയെത്തുന്നവർ. ദുരന്തം നേരിൽ കണ്ടതിന്റെ ഞെട്ടലിലാണ് ഡൽഹി സ്വദേശിയായ വേദ് പ്രകാശ്. 14-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ട്രെയിനിനായി കാത്തു നിൽക്കുമ്പോഴായിരുന്നു അപകടം. ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം. बहुत भीड़ था। 14 नंबर भीड़ देखा सीढ़ियों में, जब जिस हम सीढ़ियों के ऊपर चढ़े थे जब सारा वो था, बाद में आई हो तो आई हो जी. ലോക് നായക് ആശുപത്രിയിൽ കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടേതും ഉൾപ്പെടെ 15 മൃതദേഹങ്ങൾ. 3 മൃതദേഹങ്ങൾ ലേഡി ഹാർഡിംഗ് മെഡിക്കൽ കോളേജിൽ. പോസ്റ്റ്മോർട്ടം പൂർത്തിയാകുന്നതിനനുസരിച്ചവ ബന്ധുക്കൾക്ക് വിട്ടുനൽകി. 8 പേരുടെ മൃതദേഹം സ്വദേശമായ ബീഹാറിലേക്കും 2 പേരുടേത് ഹരിയാനയിലേക്കും കൊണ്ടുപോയി. പ്രതീക്ഷയോടെ ആരംഭിച്ച യാത്ര
പകുതി വഴിയിൽ അവർക്ക് പ്രിയപ്പെട്ടവരെ നഷ്ടമായി. ഒടുവിൽ ഉറ്റവരുടെ മൃതദേഹവുമായി നിറകണ്ണുകളോടെ മടക്കം. ഡൽഹിയിലെ ലോക് നായക് ആശുപത്രിക്ക് മുന്നിൽ നിന്ന് ക്യാമറാമാൻ ആശിഷ് മട്ടുവിനൊപ്പം വിനീത വിജി, 24. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് ശേഷവും അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിൽ തിരികെ എത്തിച്ചത് കൈവിലങ്ങിട്ട്. ഇന്നലെ അമൃത്സറിൽ ഇറങ്ങിയ 117 പേരിൽ പുരുഷന്മാരെ കൊണ്ടുവന്നത് കൈവിലങ്ങോടെ. സ്ത്രീകൾക്കും കുട്ടികൾക്കും വിലങ്ങുണ്ടായിരുന്നില്ല. 187 അനധികൃത കുടിയേറ്റക്കാരുമായി അമേരിക്കയിൽ നിന്നുള്ള 3ാം വിമാനം ഇന്ന് രാത്രിയോടെ അമൃത്സറിൽ എത്തും. അമൃത്സറിലെ ശ്രീ ഗുരുറാംദാസ് ജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്നലെ രാത്രി 11:35ഓടെയാണ് ഇന്ത്യൻ അനധികൃത കുടിയേറ്റക്കാരുമായുള്ള അമേരിക്കയുടെ 2ാമത്തെ വിമാനമെത്തിയത്. വിമാനത്തിലുണ്ടായിരുന്നത് 5 സ്ത്രീകൾ ഉൾപ്പെടെ 117 പേർ. തിരികെ എത്തിയവരിൽ 65 പേർ പഞ്ചാബിൽ നിന്നുള്ളവരും 33 പേർ ഹരിയാനയിൽ നിന്നുള്ളവരും. ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ഗോവ, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, ജമ്മു കശ്മീർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും സംഘത്തിലുണ്ട്. പുരുഷന്മാരെ ഇത്തവണയും വിലങ്ങണിയിച്ചാണ് എത്തിച്ചത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വിലങ്ങുണ്ടായിരുന്നില്ല. ഇന്ത്യൻ കുടിയേറ്റക്കാരെ വിലങ്ങണിയിച്ച ആദ്യ തവണ അമേരിക്ക തിരികെ അയച്ചപ്പോൾ വിദേശകാര്യ മന്ത്രാലയം ആശങ്ക അറിയിച്ചിരുന്നു. 157 പേരുമായി 3ാമത്തെ വിമാനം ഇന്ന് അമൃത്സറിലെത്തും. സംഘത്തിൽ 60 പേർ ഹരിയാനയിൽ നിന്നുള്ളവരെന്നാണ് വിവരം. 24 ഡൽഹി. 7 ദിവസം പിന്നിട്ടിട്ടും സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പായില്ല. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി നടത്തിയ ചർച്ച പ്രഹസനമാണെന്ന് സമരക്കാർ ആരോപിച്ചു. ധനവകുപ്പുമായുള്ള ചർച്ച തുടരുകയാണെന്ന് ആരോഗ്യമന്ത്രിയും കേന്ദ്രം പണം നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ധനമന്ത്രിയും പ്രതികരിച്ചു. വേതന കുടിശ്ശിക, ഓണറേറിയം കൂട്ടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കേഴ്സിന്റെ രാപ്പകൽ സമരത്തിൽ പരിഹാരമില്ല. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ സമരം ശക്തമാക്കാനാണ് തീരുമാനം. വ്യാഴാഴ്ച കേരളത്തിലെ മുഴുവൻ ആശാ വർക്കേഴ്സിനെയും സംഘടിപ്പിച്ച് മഹാസംഗമം നടത്തും. കൂലിയില്ലെങ്കിൽ പിന്നെ എന്തിനു പണിയെടുക്കണം? വേതനമില്ല, 3 മാസമായിട്ട് വേതനമില്ല. അപ്പോൾ വേതനമില്ലാത്ത ജോലി എന്തിനാണ് ചെയ്യുന്നത്? അതുകൊണ്ട് ഇവിടെ സെക്രട്ടേറിയറ്റ് നടയിലേക്ക് വന്നാൽ ഈ സമൂഹത്തിൽ ഈ പ്രദേശത്തെ ആളുകൾ ഭക്ഷണം തരും, എല്ലാ സംരക്ഷണവും തരും. ഈ തെരുവിൽ കിടന്നുറങ്ങുകയാണ് ഞങ്ങൾ. രാജ്യത്ത് കൂടുതൽ ഓണറേറിയം നൽകുന്നത് കേരളത്തിലാണെന്നും സമരക്കാരുടെ ആവശ്യങ്ങളിൽ ധനവകുപ്പുമായി ചർച്ചകൾ നടക്കുന്നുവെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ്. കേരളത്തിന്റെ സാഹചര്യം അനുസരിച്ച് ഇനിയും മെച്ചപ്പെടുത്തി കൊടുക്കണം എന്ന് തന്നെയാണ് കാണുന്നത്. അത്രയും പ്രാധാന്യം ആശമാർക്കുണ്ട്. സർക്കാർ ആശമാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണമെന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. കേന്ദ്രം പണം നൽകുന്നില്ലെന്നും ആശാ വർക്കേഴ്സിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതാകാമെന്നും ധനമന്ത്രി. രാഷ്ട്രീയമായിട്ട് അവരെ ഉപയോഗിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ സാധാരണപ്പെട്ട ഈ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ കേരള ഗവൺമെന്റിനും LDFനും ഉള്ളതിന് അത്രയൊന്നും താല്പര്യം ഇതിനകത്ത് അവരെ കുത്തിയിളക്കി വിടുന്ന ഏജൻസികൾക്കില്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ 7 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സമരത്തിലാണ്. 24 തിരുവനന്തപുരം. തൃശൂർ ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിലെ കവർച്ചാ കേസ് പ്രതി മലയാളി തന്നെയെന്ന് ഉറപ്പിച്ചു പോലീസ്. പ്രതി സഞ്ചരിച്ച സ്കൂട്ടറിന്റെ നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്നും പോലീസ് കണ്ടെത്തി. കവർച്ച നടന്ന് 3 ദിവസം പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടാനോ കാര്യമായ വിവരങ്ങളോ പോലീസിന് ലഭ്യമായിട്ടില്ല. ക്യാഷ് കിദർ ഹേ ചാവിയില്ലോ എന്നായിരുന്നു ജീവനക്കാരെ ബന്ദികളാക്കി പണം കവരുന്ന സമയത്ത് മോഷ്ടാവ് സംസാരിച്ചത്. എന്നാൽ ഹിന്ദിയിൽ സംസാരിച്ചത് മലയാളി തന്നെയെന്ന് ഉറപ്പിക്കുകയാണ് പോലീസ്. ബാങ്കിനെക്കുറിച്ച് മുൻ പരിചയമുള്ള വ്യക്തിയാണോ മോഷണം നടത്തിയതെന്നാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അതിനിടെ മോഷണ സമയത്ത് പ്രതി ഉപയോഗിച്ചിരുന്ന സ്കൂട്ടറിന്റെ നമ്പറും വ്യാജമാണെന്ന് കണ്ടെത്തി. വിവിധയിടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വാഹനത്തിന്റെ നമ്പർ ലഭിച്ചത്. ചാലക്കുടിയിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്കാണ് പ്രതി സഞ്ചരിച്ചതെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം, പാലക്കാട് ജില്ലകളിലും പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 24 തൃശൂർ. പാതിവില തട്ടിപ്പിൽ സംസ്ഥാന സർക്കാരിനെ മറയാക്കി സായി ഗ്രാമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദ്കുമാറിന്റെ തട്ടിപ്പ്. സർക്കാർ നൽകിയ ഭൂമിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മിക്കുമെന്ന പേരിൽ പലരിൽ നിന്നായി ലക്ഷങ്ങളാണ് തട്ടിയത്. ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടികൾ ആരംഭിച്ചെന്ന് ഉദുമ MLA CH കുഞ്ഞമ്പു 24നോട് പറഞ്ഞു. കാസർഗോഡ്, പെരിയ, കാഞ്ഞിരടക്കത്ത എൻഡോസൾഫാൻ ദുരിതബാധിതർ, അമ്മമാർ, കുഞ്ഞുങ്ങൾ എന്നിവർക്ക് മാത്രമായി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മിക്കുമെന്ന പേരിൽ സത്യസായി ട്രസ്റ്റാണ് സർക്കാരിനെ സമീപിച്ചത്. എല്ലാവർക്കും സൗജന്യ ചികിത്സ നൽകാമെന്ന ധാരണയിൽ 2016 ഉമ്മൻചാണ്ടി സർക്കാർ 5 ഏക്കർ ഭൂമി ട്രസ്റ്റിന് പതിച്ചു നൽകി. ഇതിന് പിന്നാലെ KN ആനന്ദകുമാറിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ വ്യാപാരികളെയും സാധാരണക്കാരെയും നേരിൽ കണ്ട പണം സമാഹരിച്ചു. പലരും ലക്ഷങ്ങളാണ് നൽകിയത്. ഉമ്മൻചാണ്ടി ശിലാസ്ഥാപനം നടത്തിയ അതേ വേദിയിൽ വെച്ചായിരുന്നു
പലരും ചെക്ക് കൈമാറിയത്. ഞാൻ ആശുപത്രി വരുമെന്ന് പറഞ്ഞൊരു സന്തോഷമായിരുന്നു കാഞ്ഞിരക്കത്ത് ഈ നാട്ടുകാരുടെ. അങ്ങനെ വന്നപ്പോഴേക്ക് ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോഴേക്ക് അവരുടെ പേരിലാണ് ഞാൻ ഇവിടെ ഒരു മീറ്റിംഗ് കൂടുകയും അവിടുന്ന് ഒരു 1,00,000 രൂപ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. 25,000 രൂപ ഞാൻ ക്യാഷ് ചെക്ക് കൊടുക്കുകയും ചെയ്തു ആ ഉദ്ഘാടനത്തിൽ നിന്ന്. എൻ്റെ കയ്യിൽ ഈ റെസീറ്റ് ഒന്നും ഇവർ തന്നില്ല. പക്ഷേ എൻ്റെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. ക്യാഷ് കൊടുക്കുന്നതായിട്ട് ചെക്ക് കൊടുക്കുന്നതായിട്ട് ഫോട്ടോ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. തുടർച്ചയായി യോഗം വിളിക്കുകയും പ്രദേശത്ത് സായി മന്ദിരം സ്ഥാപിക്കുകയും ചെയ്ത KN ആനന്ദകുമാർ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചു. ഇതോടെ സ്വന്തം സ്ഥലം പോലും ട്രസ്റ്റിന് സൗജന്യമായി നൽകാൻ പലരും തയ്യാറായി. സ്ഥലം കൊടുത്തു എന്നല്ലാതെ സ്ഥലം പോക്കുവരവ് നടത്തിയില്ല. വില്ലേജിൽ പോക്കുവരവ് നടത്തി കഴിഞ്ഞാൽ അത് പിന്നെ അതിന് തുടർ നടപടികൾ ഉണ്ടാകാൻ പറ്റും. അപ്പോൾ അത് തട്ടിപ്പാന്ന് വെച്ചാൽ അങ്ങനെ തട്ടിപ്പല്ല. ഇതിനകത്ത് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടാവും എന്നുള്ളൊരു തോന്നൽ ഉണ്ടായി. സ്ഥലം നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. സ്ഥലം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. KN ആനന്ദകുമാർ തട്ടിപ്പ് സംഘത്തിലെ പ്രധാനിയാണെന്നും സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കുമെന്നും ഉദുമ MLA CH കുഞ്ഞമ്പോ 24-നോട് പറഞ്ഞു. വർഷങ്ങൾ പിന്നിട്ടു, ഈ പറഞ്ഞ പോലെ തന്നെ വർഷങ്ങൾ പിന്നിട്ടു. ഇതുവരെയും അവിടെ ക്യാഷ്ലെസ് ഹോസ്പിറ്റലില്ല, മറ്റേ ഹോസ്പിറ്റലില്ല, ഒന്നുമില്ല. പിന്നീടാണ് മനസ്സിലാകുന്നത് ഇത് തട്ടിപ്പായിരുന്നു എന്ന്. ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചു ആ ഭൂമി തിരിച്ചു പിടിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇവർ ഈ സായി ട്രസ്റ്റിൻ്റെ പേര്, സായിയുടെ പേരിലാണ് ചെയ്യുന്നത്. പിന്നെ ജീവകാരുണ്യ പ്രവർത്തനം, ഭയങ്കര ചാരിറ്റി പ്രവർത്തനം എന്നൊക്കെ പറയുമ്പോൾ അതിനുവേണ്ടി പണം കൊടുക്കാൻ സന്നദ്ധതയുള്ള കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർ പണം കൊടുത്തിട്ടുണ്ട്. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നതോടെ പണം നൽകിയവർ ആനന്ദകുമാറിനെ പലവട്ടം ബന്ധപ്പെട്ടെങ്കിലും അനുകൂല മറുപടി ഉണ്ടായില്ല. റെസിപ്റ്റ് പോലും ലഭിക്കാത്തതിനാൽ പരാതി നൽകാനാവാത്ത അവസ്ഥയിലാണ് ആശുപത്രിക്കായി നിക്ഷേപം നടത്തിയവർ. 24 കാസർഗോഡ്. പാതിവില തട്ടിപ്പിൽ മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പണം വാങ്ങിയെന്ന പരാതിയിൽ ജില്ലാ പോലീസ് മേധാവിക്ക് മന്ത്രി പരാതി നൽകി. ചിറ്റൂർ മണ്ഡലത്തിൽ നിന്നുള്ള വീട്ടമ്മമാരാണ് പഞ്ചായത്ത് അംഗത്തിന് മന്ത്രിയുടെ ഓഫീസിൽ വെച്ച് പണം കൈമാറിയത്. സർക്കാർ പദ്ധതിയെന്ന് വിശ്വസിപ്പിച്ചാണ് വീട്ടമ്മമാർ പരാതി നൽകിയതെന്ന് BJP ആരോപിച്ചു. ചിറ്റൂരിൽ മാത്രം 400-ലധികം പേർ തട്ടിപ്പിന് ഇരയായതായാണ് വിവരം. സർക്കാർ പദ്ധതിയെന്ന് വിശ്വസിച്ചാണ് മിക്കവരും പണം കൈമാറിയത്. ജനതാദളിന്റെ പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിലാണ് വീട്ടമ്മമാരിൽ നിന്നും പാതിവിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ് പണം പിരിച്ചതെന്ന് പരാതിക്കാർ പറയുന്നു. മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിൽ വെച്ചാണ് പണം നൽകിയതെന്നും പരാതിക്കാർ. മന്ത്രിയുടെ PAയ്ക്കും തട്ടിപ്പിൽ പങ്കുള്ളതായി ആരോപണം ഉയരുന്നുണ്ട്. 60,000 രൂപയിലേറെയാണ് ഓരോരുത്തർക്കും നഷ്ടമായിരിക്കുന്നത്. വീട്ടമ്മമാർക്ക് പണം നഷ്ടമായതിന്റെ ഉത്തരവാദിത്വം മന്ത്രിക്കും പാർട്ടിക്കുമെന്ന് BJP ആരോപിച്ചു. നിങ്ങൾ അവരെ ബന്ധപ്പെട്ടിട്ട് അടിയന്തരമായിട്ട് നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഈ പറയുന്ന 400 പേരെയും ഒന്നിച്ച് വിളിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നുണ്ട്. ഈ ആളുകളെ കൂടി ഒന്നിക്കുക. പോരാടിയാൽ മാത്രമേ ഇത് പണം കിട്ടുള്ളൂ. വീട്ടിലിരുന്ന പണം കിട്ടുമെന്ന് വിചാരിക്കേണ്ട. എന്നാൽ താനോ ഓഫീസോ അറിഞ്ഞ് ഒരു തട്ടിപ്പും നടന്നിട്ടില്ലെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി ആവർത്തിച്ചു. ജില്ലാ പോലീസ് മേധാവിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയെന്നും മന്ത്രിയുടെ ഓഫീസിൽ ഇവിടെ നിന്ന് ആരും ചെയ്തതായിട്ട് ഞാൻ അന്വേഷിച്ചു. എന്തായാലും ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ഇവിടെ നിന്ന് ആരെങ്കിലും അതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ഈ സ്ഥാനത്തുണ്ടാവില്ല. ഞങ്ങൾ പോലീസിനെ കൊണ്ടും വളരെ ശക്തമായി ആരാണെങ്കിലും ശരി അതിന്റെ ശക്തമായ നടപടിയെടുക്കാൻ പറഞ്ഞു. ഇതിന്റെ കള്ളത്തരം മുഴുവൻ പുറത്തു കൊണ്ടുവരണമല്ലോ. ഇനി സ്കൂട്ടർ വേണ്ട, പണം മടക്കി കിട്ടണമെന്നാണ് പരാതിക്കാർ പറയുന്നത്. 24 പാലക്കാട്. മലയാള സിനിമാ മേഖലയിലെ തർക്കത്തിനായവില്ല. മമ്മൂട്ടിയും മോഹൻലാലും ഇടപെട്ടിട്ടും നിർമ്മാതാവ് G സുരേഷ് കുമാർ പ്രതികരിക്കാൻ തയ്യാറായില്ല. താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി. G സുരേഷ് കുമാറിന്റെ നിലപാടിനെതിരെ ആദ്യം രംഗത്തെത്തിയത് ആന്റണി പെരുമ്പാവൂർ. മോഹൻലാലും പൃഥ്വിരാജും താരസംഘടനയായ അമ്മയും ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ചു. G സുരേഷ് കുമാറിനെ വളഞ്ഞിട്ടാക്രമിക്കാൻ താരങ്ങൾക്ക് അവസരം നൽകാതെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സംരക്ഷണ കവചമൊരുക്കി. ആന്റണി പെരുമ്പാവൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശരിയായില്ലെന്ന് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ തുറന്നടിച്ചു. ഇങ്ങനെ കലുഷിതമാണ് മലയാള സിനിമ. ഒടുവിൽ സമവായത്തിന് മമ്മൂട്ടിയും മോഹൻലാലും ഇടപെട്ടു. G സുരേഷ് കുമാറിനെ അനുനയിപ്പിക്കാൻ ഇരുവരും ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും ഫോണെടുക്കാൻ തയ്യാറായില്ലെന്നാണ് വിവരം. സംഘടനാ നിലപാടുകളെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു അനുനയത്തിനും G സുരേഷ് കുമാർ തയ്യാറല്ല. അതായത് താരങ്ങൾ പ്രതിഫലം കുറക്കണം, ഇല്ലെങ്കിൽ സിനിമാ സമരമുണ്ടാകുമെന്ന് സാരം. തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്കിന്റെയും യൂണിയനായ FEFCAയുടെയും പിന്തുണ തങ്ങൾക്കുണ്ടെന്നാണ് നിർമ്മാതാക്കളുടെ വാദം. ഫെബ്രുവരിയിൽ റിലീസായ സിനിമയുടെ വരുമാനക്കണക്കും പുറത്തുവിടുമെന്ന് G സുരേഷ് കുമാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രതിഫലം കുറക്കാൻ താരങ്ങൾ തയ്യാറാകാത്ത പശ്ചാത്തലത്തിൽ അനുനയത്തിന് പുതിയ ഫോർമുല കണ്ടെത്തേണ്ടി വരും. താരസംഘടനയായ അമ്മയും നിർമ്മാതാക്കളും തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ സാംസ്കാരിക വകുപ്പും ഇടപെടുമെന്നാണ് വിവരം. 24 കൊച്ചി. വാർത്താമഴയിലേക്ക് വീണ്ടും. വനംവകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി വീണ്ടും ക്രൈസ്തവ സഭ.
ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയിൽ ദീപികയിൽ എഴുതിയ ലേഖനത്തിലാണ് വിമർശനം. അതിനിടെ ഇടുക്കി മൂന്നാറിൽ കാട്ടാന പടയപ്പ വഴിയോരക്കട ആക്രമിച്ചു. വയനാട് തലപ്പുഴയിൽ വീണ്ടും കടുവ ഇറങ്ങി. മനുഷ്യജീവനും സ്വത്തിനും അർഹിക്കുന്ന പരിഗണന നൽകാത്ത ഭരണകൂടത്തെ ജനകീയമെന്നോ ജനാധിപത്യമെന്നോ വിളിക്കാനാകില്ലെന്ന് ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയലിന്റെ വിമർശനം. വന്യജീവി ആക്രമണം തടയാൻ വനമന്ത്രി ഒന്നും ചെയ്യുന്നില്ലെന്നും വനംവകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്നും ദീപികയിൽ എഴുതിയ ലേഖനത്തിൽ ആവശ്യപ്പെടുന്നു. അതിനിടെ മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ ഗ്രഹംസ് ലാൻഡിന് സമീപമാണ് പടയപ്പ വീണ്ടും ഇറങ്ങി 1 മണിക്കൂറോളം റോഡിൽ നിലയുറപ്പിച്ചത്. പടയപ്പ വഴിയോരക്കട തകർത്തു. RRT എത്തി ആനയെ തുരത്തി. വയനാട് തലപ്പുഴയിൽ കടുവയുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞു. വയനാട് എഞ്ചിനീയറിംഗ് കോളേജിന് സമീപമാണ് കടുവാ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. പാലക്കാട് കൈപ്പുറത്ത് പുലിയെ കണ്ടതായി പരാതി ഉയർന്നതിനെ തുടർന്ന് വനംവകുപ്പ് പരിശോധന നടത്തി. എന്നാൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന ഒരു സൂചനയും കണ്ടെത്താനായിട്ടില്ലെന്ന് വനംവകുപ്പ് അറിയിച്ചു. 24 ഇടുക്കി. നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി. ഇടുക്കി ചിന്നക്കനാൽ 301 കോളനിയിൽ കാട്ടാന ആക്രമണം. ചക്കക്കൊമ്പൻ കാട്ടാന 2 വീടുകൾ തകർത്തു. വ്യാപകമായി കൃഷിയും നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിനിടെ മറയൂർ ചിന്നാർ റോഡിൽ KSRTC ബസ്സിന് മുന്നിൽ കാട്ടാന ഇറങ്ങി. വിരിഞ്ഞ കൊമ്പൻ എന്ന കാട്ടാനയുടെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചിട്ടുണ്ട്. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. രാഹുൽ വിജയൻ വിവരങ്ങളുമായി കട്ടപ്പനയിൽ നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, രാവിലെ പടയപ്പയും ചക്കക്കൊമ്പനും, ഇപ്പോഴിതാ വിരിഞ്ഞ കൊമ്പനും, എന്താണ് വിശദാംശങ്ങൾ? രാഹുൽ വിജയൻ. റീജിത്ത്, മറയൂർ ചിന്നാർ റോഡിലാണ് ഈ വിരിഞ്ഞ കൊമ്പൻ ഇറങ്ങിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൂന്നാർ പഴനി റൂട്ടിലോടുന്ന KSRTC ബസ്സാണ് ഈ വിരിഞ്ഞ കൊമ്പൻ തടഞ്ഞു നിർത്തിയതല്ല. മുൻപിൽ വിരിഞ്ഞ കൊമ്പൻ വരികയായിരുന്നു. പിന്നീട് ആ ബസ് പതിയെ പിന്നോട്ടെടുക്കുകയായിരുന്നു. അതിനൊപ്പം തന്നെ ഈ വിരിഞ്ഞ കൊമ്പൻ മുന്നോട്ട് വരികയും ചെയ്തു. അക്രമ സ്വഭാവത്തിലേക്കൊന്നും പോയില്ല. കുറച്ചു നേരം ആന ആ റൂട്ടിലൂടെ ഇങ്ങനെ നടന്നതിന് ശേഷം സ്വമേധയാ അത് വനമേഖലയിലേക്ക് കടന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. ഇത് ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിലൂടെയുള്ള റോഡാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആനകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലം കൂടിയാണ്. പക്ഷേ വാഹനങ്ങൾ കടന്നു പോകുന്ന സമയത്ത് ഇങ്ങനെ വരുമ്പോൾ ചെറിയ ആശങ്ക വാഹനത്തിൽ ഉണ്ടായിരുന്നവർക്കും ആ ഡ്രൈവർക്കും ഉൾപ്പെടെ ഉണ്ടാകുമെന്നുള്ളത് ആ വസ്തുതയാണ്. എന്നിരുന്നാലും ആന വലിയ പ്രശ്നമുണ്ടാക്കാതെ പോയി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇനി 301 കോളനിയിലെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് പുലർച്ചെയാണ് ചക്കക്കൊമ്പൻ 2 വീടുകൾ ആക്രമിച്ച് തകർത്തത്. സാവിത്രി, ലക്ഷ്മി എന്നീ ആളുകളുടെ വീടുകളാണ് തകർത്തിരിക്കുന്നത്. വീട് ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഈ 2 വീടുകളിലും ഈ ആക്രമണം നടക്കുന്ന സമയത്ത് ആളുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ മേഖലയിൽ ചക്കക്കൊമ്പന്റെ ആക്രമണം രൂക്ഷമാണ്. വ്യാപകമായിട്ട് കൃഷി നശിപ്പിക്കുന്നുണ്ട്. RRTയുടെ സേവനമുണ്ട് എങ്കിൽ പോലും കാട്ടാന ശല്യത്തിന് ഒരു കുറവുമില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ശരി, രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. തൃശൂർ അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ പിടികൂടി ചികിത്സിക്കാൻ നടപടികളുമായി വനംവകുപ്പ്. വയനാട്ടിൽ നിന്ന് കുങ്കിയാനയെ എത്തിച്ചു. ദൗത്യം ചൊവ്വാഴ്ച തുടങ്ങും. അതിനിടെ ഏഴാറ്റുമുഖത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആന വാഴകളും കവുങ്ങുകളും നശിപ്പിച്ചു. മുറിവേറ്റ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിനായി 3 കുങ്കിയാനകളെയാണ് വയനാട്ടിൽ നിന്ന് എത്തിക്കുക. ഇതിൽ വിക്രമാണ് ഇന്നെത്തിയത്. കോന്നി സുരേന്ദ്രനും കുഞ്ചുവും നാളെ പുലർച്ചെ അതിരപ്പള്ളിയിലെത്തും.
മയക്കുവെടി വെച്ച് പിടികൂടിയ ശേഷം ആനയെ പാർപ്പിക്കുന്നതിനുള്ള കൂടിന്റെ നിർമ്മാണ പ്രവർത്തികൾ ഇന്ന് ആരംഭിക്കും. അരിക്കൊമ്പന് വേണ്ടി കോടനാട് അഭയാരണ്യത്തിൽ നിർമ്മിച്ച കൂടിന്റെ ബലപരിശോധന നടത്തിയ ശേഷം അറ്റകുറ്റപ്പണി നടത്താനാണ് തീരുമാനം. ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ അടിയന്തര ഇടപെടൽ വേണ്ടി വന്നാൽ മുന്നൊരുക്കങ്ങൾ നടത്തിയതായി വാഴച്ചാൽ DFO R. ലക്ഷ്മി അറിയിച്ചു. RRT ടീമും എല്ലാം ഇന്ന് ഉച്ചയ്ക്ക് കൊണ്ട് തന്നെ എത്തും. അപ്പോൾ എന്തെങ്കിലും ആനയ്ക്ക് എന്തെങ്കിലും ഒരു ആരോഗ്യ വിഷയം അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് ഡീൽ ചെയ്യാനാണ് അരുൺ സക്രിയ ഡോക്ടറുടെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനിടെ ഏഴാറ്റുമുഖത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വാഴകളും കവുങ്ങും നശിപ്പിച്ചു. ചാലക്കുടിപ്പുഴയുടെ തുരുത്തിലേക്ക് നീങ്ങിയ ആന വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. 24 ചാലക്കുടി. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ തീപിടുത്തത്തിൽ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു. അപകട കാരണം കണ്ടെത്താൻ വൈദ്യുതി വിഭാഗത്തിന് നിർദ്ദേശം നൽകിയതായി ആശുപത്രി സൂപ്രണ്ട് PK ജയശ്രീ 24-നോട് പറഞ്ഞു. ജീവനക്കാർ സമയോചിതമായി ഇടപെട്ടതിനാൽ ICUവിലുണ്ടായിരുന്ന രോഗികളെ മാറ്റാൻ സാധിച്ചു. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ MICUവിനോട് ചേർന്ന നഴ്സസിന്റെ വിശ്രമ മുറിയിൽ നിന്ന് തീ പടർന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ ICUവിലും വാർഡിലും ഉണ്ടായിരുന്ന രോഗികളെ മറ്റു ബ്ലോക്കുകളിലേക്ക് മാറ്റി. പാലക്കാട് ഫയർഫോഴ്സ് യൂണിറ്റിൽ നിന്നുള്ള 2 ഫയർ എഞ്ചിനുകൾ എത്തിയാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. AC-യിലെ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിവരം. ആളുകളൊക്കെ കുറ്റിയൊക്കെ എടുത്ത് ഓടി, പൈസയും കൂടി എടുക്കാതെ ഫോണും കൂടി എടുക്കാതെ ജീവനേ രക്ഷാതെ ഒറ്റ ഓട്ടമാണ്. സംഭവത്തിൽ ആശുപത്രി അധികൃതർ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു. വൈദ്യുതി തടസ്സം നേരിടുന്നതിനാൽ സ്ഥലപരിമിതി മൂലം ഇത് പരിഹരിക്കും വരെ ചെറിയ ബുദ്ധിമുട്ടുകൾ പ്രതീക്ഷിക്കുന്നതായി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ PK ജയശ്രീ 24-നോട് പറഞ്ഞു. ഭാഗത്തു കൂടിയുള്ള കറണ്ടിന്റെ വലിയ വയറൊക്കെ കത്തിപ്പോയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ PWDനെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. അവരും വന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ICUവിൽ പേഷ്യൻറ്റിനെ കിടത്താൻ ഇനി വേറെ സ്ഥലം ശരിയാക്കിയിട്ട് വേണം. അപ്പോൾ ഇന്നൊരു ദിവസം പുറത്തുനിന്നുള്ള റെഫറൽ ഇവിടേക്ക് കുറയ്ക്കണം എന്നുള്ളൊരു മെസ്സേജ് എല്ലാവർക്കും കൊടുക്കണം. തീപിടുത്തത്തിൽ നഴ്സിംഗ് റൂമിൽ സൂക്ഷിച്ചിരുന്ന മരുന്നുകളും രേഖകളും പൂർണ്ണമായി കത്തിനശിച്ചു. 24 പാലക്കാട്. കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ കേസെടുത്ത് വനംവകുപ്പ്. ക്ഷേത്ര ഭാരവാഹികളെയും ആനപ്പാപ്പാനെയും ഉൾപ്പെടെ 6 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. എഴുന്നള്ളിപ്പിനിടയിലെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് പേരാമ്പ്ര കോടതിയിൽ സോഷ്യൽ ഫോറസ്ട്രി വകുപ്പ് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു. ആനയിടഞ്ഞുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 3 പേർ മരിച്ച സംഭവത്തിൽ പേരാമ്പ്ര കോടതിയിലാണ് സോഷ്യൽ ഫോറസ്ട്രി കോഴിക്കോട് ഡിവിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. ക്ഷേത്ര ഭാരവാഹികളായ 2 പേർ, പീതാംബരൻ, ഗോകുൽ എന്നീ ആനകളുടെ 4 പാപ്പാന്മാർ എന്നിവരെ പ്രതികളാക്കിയാണ് വനം വകുപ്പ് കേസെടുത്തത്. പടക്കം പൊട്ടിച്ചു, ആനകളെ പരിപാലിക്കുന്നതിലും എഴുന്നള്ളിക്കുന്നതിലും അശ്രദ്ധ കാട്ടി തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത്. വന്യജീവി സംരക്ഷണ നിയമവും നാട്ടാന പരിപാലന ചട്ടവും പ്രകാരമാണ് കേസ്. അതേസമയം പോലീസ് കൂടുതൽ വകുപ്പ് ചുമത്താനും സാധ്യതയുണ്ട്. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നാളെ ADM-ന്റെയും സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് കൺസർവേറ്ററുടെയും നേതൃത്വത്തിൽ യോഗം ചേരും. നിലവിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണവും പുരോഗമിക്കുകയാണ്. 24 കോഴിക്കോട്. 3 ഭാഷാ ഫോർമുലയിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് തമിഴക വെற்றிക്കഴകം അധ്യക്ഷൻ വിജയ് ഒപ്പം ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും. വിദ്യാഭ്യാസ മേഖലയിൽ അർഹമായ സഹായം ചോദിക്കുമ്പോൾ ഹിന്ദി പഠിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു എന്ന് ഉദയനിധി സ്റ്റാലിൻ കുറ്റപ്പെടുത്തി. കേന്ദ്രത്തിന്റെ സമീപനം ഫെഡറലിസത്തിനെതിരാണെന്ന് വിജയ് പ്രതികരിച്ചു. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. റഹീസ്, ഇത് വലിയ ചർച്ചയായിരിക്കും. നേതാക്കളുടെ പ്രതികരണം എങ്ങനെ റഹീസ്? റീജിത്ത്, ഈ 3 ഭാഷാ ഫോർമുല പ്രകാരം ഹിന്ദി നിർബന്ധമായും പഠിക്കണമെന്ന വിദ്യാഭ്യാസ നയത്തിലെ ആ ഒരു ഫോർമുലയെ കടുത്ത ഭാഷയിലാണ് DMK ഇത്രയും നാൾ വിമർശിച്ചുകൊണ്ടിരുന്നത്. അത് തുടരുകയാണ്. അതിനോടൊപ്പം വിജയ് കൂടി ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് തമിഴക രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വിദ്യാഭ്യാസ മേഖലയിൽ അർഹമായ സഹായം ചോദിക്കുമ്പോൾ ഹിന്ദി പഠിക്കാനാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് എന്ന് ഉദയനിധി സ്റ്റാലിൻ വിമർശിക്കുന്നു. ഒപ്പം തന്നെ തമിഴ്നാടിനെ ആവശ്യമില്ലാതെ വിമർശിച്ചാൽ അത് തീക്കളിയാകും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി കേന്ദ്രത്തിന് DMK അല്ലെങ്കിൽ
ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ തന്നെ നൽകുകയാണ്. മന്ത്രി തമിഴ്നാടിന്റെ ചരിത്രം പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. രാഷ്ട്രീയം കടന്നു വരുന്നതിന് മുൻപ് തന്നെ ഭാഷയും ഒപ്പം തന്നെ സംസ്കാരവും ഒക്കെ വളരെയധികം ചേർത്ത് പിടിച്ചിട്ടുള്ളവരാണ് തമിഴർ. ഒപ്പം അവരുടെ സംസ്കാരത്തിൽ ഊറ്റം കൊള്ളുന്നവരും ഭാഷയെ അത്രത്തോളം നെഞ്ചോട് ചേർക്കുന്നവരുമാണ്. അപ്പോൾ ഇത്തരത്തിൽ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നൊരു ഒരു പരാമർശം വരുമ്പോൾ അതിൽ തമിഴ്നാട് അടങ്ങിയിരിക്കില്ല എന്ന് പറയുന്നു. തൊട്ടു പിന്നാലെ തന്നെ വിജയും ഇക്കാര്യത്തിൽ കേന്ദ്രത്തിനെ വിമർശിച്ച് രംഗത്തെത്തി. കേന്ദ്രത്തിന്റെ സമീപനം ഫെഡറലിസത്തിന് എതിരാണ്. ഏതെങ്കിലും ഒരു ഭാഷയെ അടിച്ചേൽപ്പിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്നത് പറയുന്നു. ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ ഭാഷാ നയത്തിനെ എതിർക്കുന്നതും പ്രതികാര ബുദ്ധിയിൽ ഫണ്ട് തരാത്തതും ഫാസിസമാണെന്നും വിജയ് പറയുന്നു. ഏറ്റവും പ്രധാനം ഈ രണ്ട് വിഷയങ്ങളിലും കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് പരസ്പരം പോരടിക്കുന്ന വിജയും ഉദയനിധിയും ഒരുമിച്ച് രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് റീജിത്ത്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. പത്തനംതിട്ടയിൽ പൊതുപരിപാടിക്കിടെ അവതാരകനെ CPIM പ്രവർത്തകർ മർദ്ദിച്ചതായി ആരോപണം. നഗരസഭയുടെ ടൗൺ സ്ക്വയർ പരിപാടിക്കിടെ അവതാരകനായ ബിനു കെ സാമിനാണ് മർദ്ദനമേറ്റത്. മർദ്ദിച്ചിട്ടില്ല എന്നും ഉപദേശിക്കുക മാത്രമാണ് ചെയ്തത് എന്നുമാണ് CPIM പ്രാദേശിക നേതൃത്വത്തിന്റെ വിശദീകരണം. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു നഗരസഭയുടെ ടൗൺ സ്ക്വയർ പദ്ധതിയുടെ ഉദ്ഘാടനം. അതിലെ അവതാരകനായിരുന്നു അധ്യാപകൻ കൂടിയായ ബിനു കെ സാം. പരിപാടിക്ക് ശേഷം CPIM ഏരിയ സെക്രട്ടറിയും കൂട്ടരും മർദ്ദിച്ചുവെന്നാണ് അവതാരകന്റെ ആരോപണം. തന്റെ പതിവ് ശൈലിയിലാണ് അതിഥികളെ സ്വാഗതം ചെയ്തതെന്നും CPIM-നുള്ളിലെ ഗ്രൂപ്പ് പോരിന്റെ ഏരിയയാണ് താനെന്നും ബിനു. CPIM-നകത്തെ ഗ്രൂപ്പിന് അല്ലെങ്കിൽ സക്കീർ ഹുസൈനും വീണ ജോർജും തമ്മിലുള്ള ഒരു അസ്വസ്ഥതയുടെ ഭാഗമായിട്ട് നിങ്ങളെ ബലിയാടാക്കിയതാണ്. CPIM-ൻ്റെ ഒരു പരിപാടിക്ക് കോൺഗ്രസ്സുകാരനായ ബിനു കെ സാമിനെ വിളിച്ച് ഈ പരിപാടി ചെയ്യേണ്ട കാര്യമില്ല. അതേസമയം അവതാരകൻ അതിഥികളെ അപമാനിച്ച വിധത്തിലാണ് പ്രസംഗിച്ചത്. ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തതെന്ന് CPIM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. സംഭവത്തിൽ ഒന്നും പ്രതികരിക്കാനില്ലെന്നാണ് CPIM നേതാവ് കൂടിയായ നഗരസഭാ ചെയർമാന്റെ നിലപാട്. അതേസമയം മർദ്ദന പരാതിയെക്കുറിച്ച് അറിയില്ലെന്ന് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. 24 പത്തനംതിട്ട. എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച നവകേരള രേഖ നിർദ്ദേശിച്ച നടപടികളുടെ പുരോഗതി വിലയിരുത്താൻ CPIM സംസ്ഥാന സമ്മേളനത്തിൽ വെക്കുന്ന റിപ്പോർട്ടിനൊപ്പം ഇതുകൂടി ഉൾപ്പെടുത്തും. റിപ്പോർട്ടിന് അംഗീകാരം നൽകുന്നതിനായി CPIM സംസ്ഥാന കമ്മിറ്റി വ്യാഴാഴ്ച ചേരും. 25 കൊല്ലത്തെ കേരളത്തിന്റെ വികസന കാഴ്ചപ്പാട് പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു CPIM എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച നവകേരള രേഖ. സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകാമെന്ന നിർദ്ദേശം ഈ രേഖയിലൂടെയാണ് പുറത്തു വന്നത്. ഇതടക്കം രേഖ നിർദ്ദേശിച്ച നവകേരള കാഴ്ചപ്പാടിൽ എത്രത്തോളം മുന്നോട്ട് പോകാനായി എന്ന വിലയിരുത്തലും ഇനി എന്തൊക്കെ ചെയ്യണമെന്നതും രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിനൊപ്പം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കും. റിപ്പോർട്ടിന്റെ ഭാഗമായി തന്നെ ചേർക്കണോ അതോ പ്രത്യേക രേഖയായി അവതരിപ്പിക്കണോ എന്നതിൽ അന്തിമ തീരുമാനമായിട്ടില്ലെന്ന് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കി. സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ കരട് അന്തിമമാക്കുന്നതിനായി ചൊവ്വാഴ്ച CPIM സംസ്ഥാന സെക്രട്ടറി ചേരും. സംസ്ഥാന സെക്രട്ടറി തയ്യാറാക്കുന്ന കരട് റിപ്പോർട്ടിന് അംഗീകാരം നൽകാനായി വ്യാഴാഴ്ച സംസ്ഥാന സമിതിയും വിളിച്ചിട്ടുണ്ട്. നിലവിലുള്ള സംസ്ഥാന സമിതിയുടെ സമ്മേളനത്തിന് മുമ്പുള്ള അവസാനത്തെ യോഗമായിരിക്കും ഇത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി, ഉപതെരഞ്ഞെടുപ്പ് ഫലം തുടങ്ങിയ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ രാഷ്ട്രീയ റിപ്പോർട്ടിലുണ്ടാകും. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തുള്ള കോടിയേരി ബാലകൃഷ്ണന്റെ മാറ്റം, പുതിയ സെക്രട്ടറിയുടെ തെരഞ്ഞെടുപ്പ്, നേതാക്കളുടെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ എന്നിവ സംഘടനാ റിപ്പോർട്ടിലും ഉണ്ടാകും. മാർച്ച് 6 മുതൽ 9 വരെ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ MV ഗോവിന്ദൻ സമ്മേളനം തിരഞ്ഞെടുത്ത സെക്രട്ടറിയായി മാറും. ആലപ്പുഴ മുതലുള്ള ജില്ലാ സമ്മേളനങ്ങൾ മുഖ്യമന്ത്രി നിയന്ത്രണം ഏറ്റെടുത്ത് ചൂണ്ടിക്കാട്ടി MV ഗോവിന്ദനെ മാറ്റുമെന്ന പ്രചാരണം നടക്കുന്നുണ്ടെങ്കിലും പാർട്ടി നേതൃത്വം അതെല്ലാം തള്ളിക്കളയുന്നു. 24 തിരുവനന്തപുരം. വാർത്താമഴയിലേക്ക് വീണ്ടും. നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിന് പരോക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ്. ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി വിമർശനവുമായി രംഗത്ത് വന്നു. തെരഞ്ഞെടുപ്പിന് മുസ്ലിം ലീഗ് മാത്രം ഒരുങ്ങിയാൽ പോരാ എന്നും മുന്നണി ഒറ്റക്കെട്ടായി തയ്യാറെടുക്കണമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹത കോൺഗ്രസിനാണെന്ന് PK ഫിറോസ് 24-നോട് പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിനുള്ള മുസ്ലിം ലീഗിന്റെ മുന്നറിയിപ്പാണ് കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ. ലീഗിന്റെ കുറവ് കൊണ്ട് മുന്നണി എവിടെയും പരാജയപ്പെട്ടിട്ടില്ല. മുന്നണി കൂടി അതിനൊപ്പം ഒരുങ്ങണം. പാലക്കാടും വടകരയും അടക്കം ചൂണ്ടിക്കാട്ടിയുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ നിർദ്ദേശം മുഖ്യമന്ത്രി ചർച്ചകളടക്കം നടത്തുന്ന കോൺഗ്രസിനുള്ള ഒളിയമ്പ്. നമ്മുടെ കുറവുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പും ഇന്നേ വരെ കേരളത്തിൽ തോറ്റ ചരിത്രം ഇല്ല. നമ്മളെ പണിയെടുക്കാറുണ്ട്. മുന്നണിയും കൂടി ഒരുങ്ങിയാൽ മതി. നമ്മളെ കുറവുകൊണ്ട് തോൽക്കൂല. വടകരയൊക്കെ ഉദാഹരണമാണ്. 3 തവണ മത്സരിച്ചവർ മാറി നിൽക്കുമെന്നതിനാൽ പുതിയ ആളുകൾക്ക് അവസരം ലഭ്യമാക്കുമെന്ന് PK ഫിറോസ് പറഞ്ഞു. ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന വലിയൊരു മാറ്റം, ഒരു ചേഞ്ച് എന്ന് പറയുന്നത് 3 തവണ
മത്സരിച്ച ആളുകൾ മാറി നിൽക്കണം എന്നുള്ളൊരു അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനിൽ പ്രസിഡന്റുമാരും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ചെയർമാൻമാരൊക്കെ എടുത്തു നോക്കിയാൽ ഞങ്ങളുടെ യൂത്ത് ലീഗിന് ഒരുപാട് ഭാരവാഹികളെ തന്നെ കാണാൻ കഴിയും. ഒരു വലിയ ചേഞ്ചാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് ആവശ്യം ഉന്നയിക്കുന്ന കാര്യം ലീഗ് ആലോചനയിലേ ഇല്ലെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങളും 24-നോട് പറഞ്ഞു. UDF അധികാരത്തിൽ വരിക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ വലിയ അജണ്ട. അതിനുശേഷം ആര് മുഖ്യമന്ത്രി ആവണം, ആര് മറ്റു മന്ത്രിമാരാവണം എന്നുള്ളത് UDF തീരുമാനിക്കും. അല്ലാതെ ഇപ്പോഴല്ല, അത് നമ്മൾ പറയേണ്ട കാര്യമല്ല. ഇപ്പോൾ പാലക്കാട് പുരോഗമിക്കുന്ന യൂത്ത് ലീഗ് നേതൃ ക്യാമ്പിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കവും മെമ്പർഷിപ്പ് ക്യാമ്പയിനുമാണ് പ്രധാന അജണ്ട. 24 പാലക്കാട്. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. കൊല്ലം തെന്മല പാലരുവിയിൽ തേനീച്ചയുടെ കുത്തേറ്റ് വിനോദസഞ്ചാരികളടക്കം നിരവധി പേർക്ക് പരിക്ക്. 5 ഗാർഡുമാർക്കും 15 വിനോദസഞ്ചാരികൾക്കുമാണ് കുത്തേറ്റത്. അരുൺരാജ് വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. അരുൺരാജ്, എന്താണ് സംഭവിച്ചത്? അരുൺരാജ്. ശ്രീജിത്ത്, അല്പസമയം മുമ്പാണ് പാലരുവി വെള്ളച്ചാട്ടം അവിടേക്ക് വിനോദസഞ്ചാരികൾ ഇന്ന് അവധി ദിവസമായി വ്യാപകമായി എത്തുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ പാലരുവി വെള്ളച്ചാട്ടത്തിന് സമീപത്തെ ക്യാൻറ്റീനിൽ നിന്ന് കാട്ടുകടന്തൽ കൂടായി ഇളകി താഴേക്ക് വീണത്. തുടർന്നാണ് ഈ വിനോദസഞ്ചാരികളടക്കമുള്ള ഗാർഡുമാർക്കും അടക്കം പരിക്കേറ്റത്. ഈ വിനോദസഞ്ചാരികൾക്ക് കുത്തേൽക്കുന്നത് കണ്ട് അവിടേക്ക് രക്ഷിക്കാനെത്തിയ ഗാർഡുകൾക്കും കുത്തേറ്റു എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. 15 വിനോദസഞ്ചാരികൾക്കും 5 ഗാർഡുകൾക്കുമാണ് നിലവിൽ കടന്നലിനെ കുത്തേറ്റിട്ടുള്ളത്. ഈ കടന്നലിനെ കുത്തേറ്റവരെ ഇപ്പോൾ ആര്യങ്കാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആരുടെയും നില അതീവ ഗുരുതരമല്ല എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ശരി, അരുൺരാജ് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊല്ലത്ത് നിന്ന്. സംസ്ഥാനത്ത് വാഹനാപകടങ്ങളിൽ ഇന്ന് 6 മരണം. തൃശൂർ ചാലക്കുടിയിൽ ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ച് 2 പേർ മരിച്ചു. തിരുവനന്തപുരം പോത്തൻകോട് ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് ജീവൻ നഷ്ടമായി. കോഴിക്കോടും അതുപോലെ മലപ്പുറത്തും സ്വകാര്യ ബസ് ഇടിച്ച് ഓരോരുത്തർക്ക് ജീവൻ നഷ്ടമായി. തിരുവനന്തപുരം പോത്തങ്കോട് ഞണ്ടൂർ കോണത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ദമ്പതികളാണ് മരിച്ചത്. അരുവിക്കര സ്വദേശികളായ ദിലീപ്, ഭാര്യ നീതു എന്നിവർക്കാണ് ജീവൻ നഷ്ടമായത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേർ ചികിത്സയിലാണ്. തൃശൂർ ചാലക്കുടിയിൽ ബൈക്ക് ഡിവൈഡറിലിടിച്ചാണ് അപകടമുണ്ടായത്. പട്ടിമറ്റം സ്വദേശികളായ സുരാജ്, വിജേഷ് എന്നിവരാണ് മരിച്ചത്. മലപ്പുറം നിലമ്പൂർ വെള്ളിമുറ്റത്ത് സ്വകാര്യ ബസും ഓട്ടോയും കൂട്ടിയിടിച്ച് വെള്ളിമുറ്റം സ്വദേശിനി ഷൈനിക്ക് ജീവൻ നഷ്ടമായി. കോഴിക്കോട് വടകര ലിങ്ക് റോഡിൽ സ്വകാര്യ ബസ് ഇടിച്ച് തമിഴ്നാട് സ്വദേശിയായ യുവതി മരിച്ചു. മറ്റൊരു സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേറ്റു. കോഴിക്കോട് ചിപ്പിലിത്തോട് കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായി. കാറിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. വിവാഹ വാഗ്ദാനം നൽകി പാലക്കാട് സ്വദേശിനിയെ പീഡിപ്പിച്ച കേസിൽ യുവാവിനെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി അതിജീവിത. പ്രതി ദിൽഷാദ് അഹമ്മദിന് നിരവധി പെൺകുട്ടികളുമായി ബന്ധമുണ്ടായിരുന്നു. മറ്റൊരു പെൺകുട്ടിയെ ഗർഭിണിയാക്കിയ കാര്യം അവർ തന്നെ വിളിച്ചറിയിച്ചിരുന്നെന്നും അതിജീവിത വെളിപ്പെടുത്തി. കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ മോശമായി സംസാരിച്ചുവെന്നും പെൺകുട്ടി പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. പാലക്കാട് സ്വദേശിനിയായ പെൺകുട്ടിയെ മാട്രിമോണി വഴിയാണ് മൂഴിക്കൽ സ്വദേശിയും IT പ്രൊഫഷണലുമായ കുനിയേടത്ത് വീട്ടിൽ ദിൽഷാദ് അഹമ്മദ് പരിചയപ്പെട്ടത്. പിന്നീട് വിവാഹം ആലോചിക്കുകയും നിശ്ചയം നടത്തുകയും ചെയ്തു. തുടർന്ന് പെൺകുട്ടിയെ പലയിടങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. കോഴിക്കോട്ടെ ലോഡ്ജിലും ഫ്ളാറ്റിലും എത്തിച്ച് പീഡിപ്പിച്ചു. ഇതിനു പിന്നാലെയാണ് യുവാവിന് നിരവധി പെൺകുട്ടികളുമായി ബന്ധമുണ്ടെന്ന് തിരിച്ചറിയുന്നത്. ഇക്കാര്യം ചോദ്യം ചെയ്തപ്പോൾ പണം നൽകാം, വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിനു പിന്നാലെയാണ് പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയത്. എൻഗേജ്മെന്റിന് ശേഷം എന്നോട് പറഞ്ഞു, അങ്ങനെ ഞാൻ ഈ ഫീൽഡല്ലേ, ഇങ്ങനെ പഠിക്കാം എന്ന് പറഞ്ഞ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് എന്നെ കോഴിക്കോട്ടിലോട്ട് വിളിച്ച് അങ്ങനെ ഉമ്മാനോടൊക്കെ സംസാരിച്ചിട്ട് ഞാൻ ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി ആള് ഫോഴ്സ്ഫുള്ളി ആയിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഞാനാണെങ്കിൽ കല്യാണം ഉറപ്പിച്ചത് കൊണ്ട് എനിക്ക് ആരോടും പറയാൻ പേടിയായിട്ട് ഞാൻ ആരോടും പറഞ്ഞിരുന്നില്ല. അതിനുശേഷം ആണ് ഞാൻ ഒരു ഫ്രണ്ട് വഴി ഈ പയ്യൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ ഒരു പെൺകുട്ടീനെ പ്രഗ്നന്റ് ആക്കിയിട്ടുണ്ടെന്നും മറ്റു പല ഗേൾസായിട്ട് റിലേഷൻഷിപ്പിലാണെന്നുള്ളതൊക്കെ ഞാൻ അറിയുന്നത്. അങ്ങനെ വീട്ടുകാരെല്ലാവരും ഇടപെട്ട് പ്രശ്നങ്ങളൊക്കെ ആയി. പിന്നെ എല്ലാവരും കൂടെ ഇത് സോൾവ് ചെയ്തു. ഞാൻ എന്റെ കോഴ്സ് പോസ്റ്റ് ചെയ്ത് തിരിച്ച് നാട്ടിലോട്ടും പോയി. അതിനുശേഷം രാത്രിയൊക്കെ ഇങ്ങനെ ആള് മദ്യപിച്ചിട്ടൊക്കെ വിളിച്ച് സംസാരിച്ച് എന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. യുവാവിന്റെ വലയിൽ കൂടുതൽ യുവതികൾ അകപ്പെട്ടിട്ടുണ്ടാകാമെന്ന ആശങ്കയും അതിജീവിത പങ്കുവച്ചു. 24 പാലക്കാട്. വാർത്താമഴയിലേക്ക് വീണ്ടും. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിക്കെതിരായ വ്യാജ ലഹരി മരുന്ന് കേസ് ഏറ്റെടുക്കാതെ പോലീസ്. ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടും കേസ് ഫയൽ സ്വീകരിക്കാതെ എക്സൈസ് ക്രൈംബ്രാഞ്ചിന് മടക്കി അയച്ചു. ആഭ്യന്തര വകുപ്പിന്റെ അനുമതി ലഭിച്ചില്ല എന്നാണ് പോലീസിന്റെ വിശദീകരണം. എക്സൈസ് ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയായ കേസിൽ തുടരന്വേഷണം നടത്തേണ്ടത് പോലീസാണ്.
കേസിൽ നാരായണദാസിന് പുറമെ ആരൊക്കെ പ്രതികളാണെന്ന ചോദ്യത്തിന് പോലീസാണ് ഉത്തരം നൽകേണ്ടത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം എക്സൈസ് ക്രൈംബ്രാഞ്ച് പോലീസിന് സമർപ്പിച്ച കേസ് ഫയൽ തിരികെ എക്സൈസിന് തന്നെ കൈമാറി. ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് ലഭിച്ചില്ലെന്ന വിശദീകരണമാണ് പോലീസ് നൽകുന്നത്. ഹൈക്കോടതി നേരിട്ട് നിർദ്ദേശം നൽകിയ കേസിൽ കേസ് ഏറ്റെടുക്കാൻ പോലീസിന് ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം വേണ്ടെന്നാണ് എക്സൈസ് നൽകുന്ന മറുപടി. 3 മാസത്തിനകം കുറ്റപത്രം സമർപ്പിച്ച് 4 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്നാണ് കോടതി നിർദ്ദേശം നൽകിയത്. കേസ് പോലീസ് ഏറ്റെടുക്കാത്ത സാഹചര്യത്തിൽ അന്വേഷണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കള്ളക്കേസാണെന്നറിഞ്ഞിട്ടും അന്വേഷണ സംഘത്തിന്റേത് ഇഴഞ്ഞു നീങ്ങുന്ന സമീപനമാണെന്ന് ഷീല സണ്ണി കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു. 24 കൊച്ചി. പത്തനംതിട്ട ചന്ദനപ്പള്ളിയിൽ തലയിൽ തുണിയിട്ട് മൂടിയ ശേഷം വയോധികയുടെ മാല കവർന്നു. 84-കാരി മറിയാമ്മ സേവ്യറിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയായിരുന്നു മോഷണം. സംഭവത്തിൽ വീട്ടുജോലിക്കാരി ഉഷ പിടിയിലായിട്ടുണ്ട്. വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുകയാണ്. ജയശങ്കർ, വിവരങ്ങൾ എന്താണ് ജയശങ്കർ? അതായത് റിജിത്ത്, ഇന്ന് ഏകദേശം ഉച്ചയോടുകൂടിയാണ് ഇങ്ങനെ പത്തനംതിട്ട ചന്ദനപ്പള്ളിയിൽ മറിയാമ്മ സേവ്യറിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി തലയിൽ മുണ്ടിട്ട ശേഷം മൂടി ഈ മാല കവരുന്ന ഒരു സംഭവം ഉണ്ടായത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതി എന്തായാലും പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഈ ഇടത്തിട്ട സ്വദേശിനി ഉഷയാണ് കൊടുമൺ പോലീസ് നിലവിൽ പിടികൂടിയിരിക്കുന്നത്. ഉഷ മുൻപ് ഇവരുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ സമയത്തൊക്കെ വീടിന്റെ പശ്ചാത്തലമൊക്കെ ഇവർക്ക് അറിയാമായിരുന്നു. ഉപയോഗിച്ചാണ് ഉഷ വീട്ടിലെത്തി തലയിൽ മുണ്ടിട്ട് മൂടി ഇത്തരത്തിലൊരു മോഷണം നടന്നത്. ഈ ബന്ധുക്കളും മറ്റും നൽകിയ സൂചന പ്രകാരമാണ് പ്രതിയെ കൊടുമൺ പോലീസ് അരമണിക്കൂറിനുള്ളിൽ പിടികൂടിയതെന്നാണ് പ്രധാനം. കാരണം വലിയ ഭീകരത സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു മോഷണം. 3 പവന്റെ മാലയാണ് ഈ പ്രതി മോഷ്ടിച്ചിരുന്നത്. ഇതെന്തായാലും പ്രതിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് ഈ അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തി തുടർ നടപടികൾ എന്തായാലും സ്വീകരിക്കും. ഇടത്തിട്ട സ്വദേശിനി ഉഷ മുമ്പ് വീട്ടിൽ ജോലി ചെയ്യുന്ന സ്ത്രീയാണ്. എന്തായാലും പിടിക്കപ്പെട്ടൊരു വലിയൊരു മോഷണമായിരുന്നു. വലിയ ഭീകരത, കുടുംബത്തെ സംബന്ധിച്ച് വലിയ ഭീകരത അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു മോഷണത്തിലാണ് പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. രഞ്ജിത്ത്, ജയശങ്കർ, ഈ വീട്ടുജോലിക്കാരിയാണ് ഇതിന് പിന്നിൽ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായത് ജയശങ്കർ? അതായത് ഈ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തു. ആ സമയത്ത് വീട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ഈ വീടുമായി അടുപ്പമുള്ള ആളുകളുടെ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൈമാറിയിരുന്നു. പോലീസിനും ഇത്തരത്തിൽ പുറത്തുനിന്ന് ഒരാൾക്ക് വീട്ടിലെത്തി അത്തരത്തിലൊരു മോഷണം നടത്താൻ സാധിക്കില്ലെന്നൊരു നിഗമനത്തിലേക്ക് പോലീസും എത്തി. അങ്ങനെയാണ് മുമ്പ് വീട്ടിൽ ജോലി ചെയ്യുന്ന ഉഷയെ പോലീസ് ചോദ്യം ചെയ്യുന്നത്. ഒപ്പം തന്നെ പ്രദേശത്തെ CCTV ഉൾപ്പെടെ പരിശോധിച്ചെന്നൊരു പോലീസ് ചെയ്തു. കടകളിൽ ഉൾപ്പെടെ CCTVയും പരിശോധിച്ചിരുന്നു. അതിൽ അസ്വാഭാവികമായൊന്നും കണ്ടെത്താനായില്ല. എന്നാൽ ഉഷയുടെ സാന്നിധ്യം പോലീസിന് ഈ സ്ഥലത്തുണ്ടായിരുന്നു എന്ന് തിരിച്ചറിയാനും സാധിച്ചു. ഉടനെ ഉഷയെ ചോദ്യം ചെയ്യും. ഉഷയെ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ തന്നെ ഇവർ കുറ്റം സമ്മതിക്കുകയായിരുന്നു. ഇവരിൽ നിന്ന് തൊണ്ടി മുതലായ 3 പവന്റെ മാല പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ബന്ധുക്കൾ നൽകിയ സൂചന, കൃത്യമായ വിവരങ്ങൾ പോലീസിന് കൈമാറിയത് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായത്. അങ്ങനെ ആരുമില്ലാത്തൊരു സമയത്താണ് വീട്ടിൽ കയറി തലയിൽ മുണ്ടിട്ട് 84-കാരിയായ മറിയാമ്മ സേവ്യറിന്റെ മാല ഇവർ മോഷ്ടിക്കുന്നത്. അങ്ങനെ വലിയൊരു സാഹസം നിറഞ്ഞ മോഷണം. ശരി, വി ജയശങ്കർ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇനി കായിക വാർത്തകൾ. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ചരിത്ര ഫൈനൽ ലക്ഷ്യമിട്ട് കേരളം നാളെ ഇറങ്ങും. അഹമ്മദാബാദിൽ നടക്കുന്ന സെമി പോരാട്ടത്തിൽ ഗുജറാത്താണ് എതിരാളികൾ. മികച്ച തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടെന്നും ടീം നല്ല ആത്മവിശ്വാസത്തിലാണെന്നും ക്യാപ്റ്റൻ സച്ചിൻ ബേബിയും പരിശീലകൻ അമേയ് ഖുറാസിയയും 24-നോട് പറഞ്ഞു. ഒറ്റ റൺ ലീഡിൽ സെമി പിടിച്ച കേരളത്തിന് ചരിത്ര ഫൈനലിലേക്ക് വേണ്ടത് ഒറ്റ ജയം. മുൻ ചാമ്പ്യന്മാരായ ഗുജറാത്തിനെ മറികടന്നാൽ ടീമിന്റെ 68 വർഷത്തെ രഞ്ജി ചരിത്രത്തിൽ ആദ്യമായി കലാശക്കളിക്ക് യോഗ്യത നേടാം. അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിനായി കഠിന പരിശീലനത്തിലാണ് കേരളത്തിന്റെ ചുണക്കുട്ടികൾ. മികച്ച തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടെന്ന നായകൻ സച്ചിൻ ബേബി 24-നോട്. സെമി ഫൈനലാണ്. സോ നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ആ ഒരു മാച്ച് കളിക്കാൻ. സോ നമ്മുടെ 100% നമ്മൾ ഈ ഒരു മാച്ചിൽ നമ്മൾ കേരളത്തിനോട് കളിക്കും. ഏറ്റവും മികച്ച പ്രകടനം നടത്തുമെന്ന പരിശീലകൻ അമേയ് ഖുറാസിയ. So much we are looking forward for this semi final and we will be giving our best as we always do. രണ്ടാം തവണയാണ് കേരളം രഞ്ജി സെമി ഫൈനലിന് യോഗ്യത നേടുന്നത്. 2018-19 സീസണിൽ സെമിയിൽ വിദർഭയോട് കാലിടറി. മത്സരം ഗുജറാത്തിന്റെ തട്ടകത്തിലാണെങ്കിലും അവരെ മറികടന്ന ഇത്തവണ ചരിത്രമെഴുതാമെന്ന പ്രതീക്ഷയിലാണ് കേരള ടീം. സ്പോർട്സ് ഡെസ്ക് 24. വാർത്താമഴയുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.